മക്കളെ, അടുത്ത പഠന പ്രവർത്തനം നോക്കിക്കേ. കുഞ്ഞാടും അമ്മയും എന്നതാണ് അല്ലേ. അത് കഴിഞ്ഞിട്ടുള്ള പഠന പ്രവർത്തനം നോക്കിക്കേ. ശൈലി കണ്ടെത്തുക. നമ്മളിപ്പോൾ പഠിച്ച പാഠത്തിൻ്റെ പേരെന്തായിരുന്നു? ആനയും ആടും പോലെ. ഇത് ഇങ്ങനെ പറയുന്നത്, ആനയും ആടും പോലെ എന്ന് പറയുന്നത് തന്നെ ഒരു ശൈലിയാണ്. പറഞ്ഞു പറഞ്ഞ് ഉറച്ചുപോയ സത്യത്തിൻ്റെ നേർരേഖകളാണ് ശൈലികൾ. മനസ്സിലായോ? വലിയ ഒരാശയം നിരവധി വാക്കുകൾ കൊണ്ട് വ്യക്തമാക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിൽ കേവലം ഒരു ശൈലി മതിയാകും ആശയം പൂർണ്ണമായി വ്യക്തമാക്കാൻ. വണ്ണവും പൊക്കവുമുള്ള ഒരു മനുഷ്യനും തീരെ കനം കുറഞ്ഞ ഒരാളും തമ്മിൽ സ്നേഹം സ്ഥാപിക്കുകയാണെങ്കിൽ അവരുടെ ആകാര വൈചിത്ര്യങ്ങളെ വ്യക്തമാക്കാൻ ആനയും ആടും പോലെ എന്ന് പ്രയോഗിക്കും. നമ്മൾ പഠിച്ച പാഠത്തിൽ തന്നെ അങ്ങനെയാണ് കണ്ടേ. ആന വലിയ അഹങ്കാരി, അതായത് ഞാൻ വലിയ വലിപ്പമുള്ളതാണ്, ആടിൻ്റെ മുമ്പിൽ ചെറുതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ എന്തു പറ്റി? അവസാനം ആടിൻ്റെ സഹായം ആനയ്ക്ക് വേണ്ടി വന്നു. അപ്പം എന്താണ് ശൈലി എന്നാണ് ടീച്ചർ പറഞ്ഞത്? പറഞ്ഞു ഉറച്ചുപോയ സത്യത്തിൻ്റെ, നമ്മൾ വലിയൊരു കാര്യമൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പദം ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒരു ശൈലി ഒന്ന് പ്രയോഗിച്ചാൽ മതിയായിരിക്കും. വലിയൊരാശയം മുഴുവനും ആ ശൈലിയിൽ ഉൾക്കൊള്ളും. 2-3 ഏതൊക്കെ ശൈലികളാണെന്ന് നോക്കിക്കേ. വേറെയുള്ളത് ആനയും ആടും പോലെ എന്ന് പറയുന്ന ഒരു ശൈലിയാണ്. പിന്നെ കടലിൽ കായം കലക്കിയ പോലെ. എന്തെങ്കിലും കാണുമോ? കടലിൽ കായം കലക്കിയാൽ കായത്തിൻ്റെ എന്തെങ്കിലും പ്രത്യേകത അവിടെ ദർശിക്കാൻ പറ്റുമോ? ഇല്ല. അടുത്തത് നോക്കിക്കേ. ആനവായിൽ അമ്പഴങ്ങ പോലെ. അമ്പഴങ്ങ ആനയുടെ വായിൽ എന്നാ ഉണ്ട് മക്കളെ? തീരെ ചെറുത് അല്ലേ. അപ്പം അതങ്ങനെയൊക്കെ പറഞ്ഞ് ഉറച്ചുപോയ സത്യത്തിൻ്റെ നേർരേഖകളാണ് ശൈലികൾ. ഇപ്പം ഏതൊക്കെ ശൈലികളാണ് നമ്മൾ പഠിച്ചത്? ആനയും ആടും പോലെ, കടലിൽ കായം കലക്കിയ പോലെ, ആനവായിൽ അമ്പഴങ്ങ പോലെ. മക്കളെ, നമ്മളപ്പോൾ ശൈലി കണ്ടെത്തുക പഠിച്ചു. അടുത്ത പ്രവർത്തനം എന്തായിരുന്നു? ലഘുകുറിപ്പ് എഴുതുക. എന്താണ് ലഘുകുറിപ്പ് എഴുതാൻ പറഞ്ഞിരിക്കുന്ന പ്രവർത്തനം? എന്താണ്? ആന പഠിച്ച പാഠം. എന്തൊക്കെ പഠിച്ചു ആന? ഈ ഒരു പാഠഭാഗം നമ്മൾ പഠിച്ചപ്പോൾ മനസ്സിലായി ആനയ്ക്ക് വളരെയധികം അഹങ്കാരം ഉണ്ടായിരുന്നു. പക്ഷേ ആടിൻ്റെ മുമ്പിൽ ആനയ്ക്ക് എന്ത് പറ്റിപ്പോയി? അഹങ്കാരമൊക്കെ താനെ പത്തി മടക്കിപ്പോയി അല്ലേ. നോക്കിയേ, വീമ്പ് പറയുന്നത് വിഡ്ഢികളാണ്. ആന ആദ്യം തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ, എന്താ ഞാൻ വലിയ പൊക്കമുള്ളവനാണ്, നീ ഇങ്ങോട്ടൊന്ന് കയറി നിൽക്കി, നിന്നെ ഒന്ന് ഞാൻ കാണണമെങ്കിൽ എന്നൊക്കെ കുഞ്ഞാടിനോട് പറയുന്നുണ്ട്. അപ്പം വീമ്പ് പറയുന്നത് ഇതൊക്കെ ആനയ്ക്ക് മനസ്സിലായി. അവസാനം കുഴിയിൽ വീണ് കിടന്നപ്പം രക്ഷപ്പെടുത്താനായിട്ട് ആര് വന്നു? ആട് വന്നു. രക്ഷപ്പെടുത്തി കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി ആനയ്ക്ക്? ആന പഠിച്ച പാഠങ്ങളാണ് വീമ്പ് പറയുന്നത് വിഡ്ഢികളാണ്. അപ്പം ഇനി എന്ത് ചെയ്യണം? ഞാൻ വീമ്പൊന്നും അഹങ്കാരമൊന്നും പറയാതെ ഇരിക്കണം. പിന്നെ ഏത് പ്രവൃത്തിയും ആലോചിച്ചു വേണം ചെയ്യാൻ. കുഞ്ഞാട് തുള്ളിച്ചാടി പോകുന്നത് കണ്ടപ്പോൾ ഞാനും പെട്ടെന്ന് അങ്ങ് ഇറങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് സ്പീഡിൽ ഇറങ്ങിയത് കൊണ്ടല്ലേ എന്ത് പറ്റിയത്? മണ്ണിടിഞ്ഞ് പൊത്തുമെന്നും പറഞ്ഞ് ഞാൻ നിരത്തി വീണത്. അതേസമയം ഉറപ്പിച്ച് ഞാൻ ഓരോ കാലും വെച്ച് പോയിരുന്നെങ്കിൽ എനിക്ക് എവിടെ ചെല്ലാൻ പറ്റിയേനെ? താഴെ കരിമ്പിൻ തോട്ടത്തിൽ വീഴാതെ ചെല്ലാൻ പറ്റിയേനെ. അപ്പം ഏത് പ്രവൃത്തിയും ആലോചിച്ചു വേണം നമ്മൾ ചെയ്യാനായിട്ട്. അടുത്തത്, എല്ലാവരും മൃഗങ്ങളാണ്, അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത്. നമ്മുടെ ആനച്ചേട്ടൻ എന്ത് ചെയ്തു? ആദ്യം തന്നെ കുഞ്ഞാടിനെ നീ തീരെ ചെറുതല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയാണ് ചെയ്തത്. പക്ഷേ ആനയും ആടും മൃഗങ്ങളാണെന്നൊക്കെ കുഞ്ഞാട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വകവയ്ക്കാനായിട്ട് ആന തയ്യാറല്ലായിരുന്നു. പക്ഷേ ആനയ്ക്ക് അവസാനം എന്ത് മനസ്സിലായി? ആനയും ആടും ഒക്കെ മൃഗങ്ങളാണ്, അതുകൊണ്ട് ഒരാൾ പോലും, ഒരു മൃഗം പോലും മറ്റൊരു മൃഗത്തെ, അല്ലെങ്കിൽ മനുഷ്യർക്കും ഇത് ബാധകമാണ് അല്ലേ മക്കളെ. നമ്മൾ നമ്മുടെ കൂട്ടുകാരെ ഒന്നും പറഞ്ഞ് പരിഹസിക്കരുത്, അല്ലെങ്കിൽ കളിയാക്കരുത്. അടുത്തത് നോക്കിയേ. എന്നെ കൊണ്ട് എല്ലാം കഴിയും എന്ന് ചിന്തിക്കുന്നത് അഹന്തയാണ്. ഇവർ പന്തയം വെച്ചപ്പോഴത്തേക്കും ആന എന്ത് വിചാരിച്ചു? ഇതാന്ന് പറയുമ്പോൾ എനിക്കൊരു കാല് വെച്ചാൽ മതി, ഞാൻ അങ്ങ് ചെല്ലും, എനിക്കിത് സാധിക്കുമെന്ന് ആന വിചാരിച്ചു. പക്ഷേ പറ്റിയോ അങ്ങനെ? ഇല്ല. അതുകൊണ്ട് നമ്മളാണെങ്കിൽ പോലും അവനൊന്നും പറ്റത്തില്ല, എനിക്കെല്ലാം പറ്റില്ല, അവക്കൊന്നും പറ്റുകയില്ല, എനിക്കെല്ലാം ചെയ്യാൻ പറ്റും എന്നൊന്നും വിചാരിക്കുകയേ ചെയ്യരുത്. എന്നെ കൊണ്ട് എല്ലാം കഴിയും എന്ന് ചിന്തിക്കുന്നത് എന്താണ് മക്കളെ? അഹങ്കാരമാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ചിന്തയൊന്നും നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇരിക്കരുത് കേട്ടോ. ആന പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയായിരുന്നു? ഒന്നുകൂടെ നോക്കിക്കേ. വീമ്പ് പറയുന്നത് വിഡ്ഢികളാണ്, ഏതു പ്രവൃത്തിയും ആലോചിച്ചു വേണം ചെയ്യാൻ, എല്ലാവരും മൃഗങ്ങളാണ്, അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ പരിഹസിക്കരുത്, എന്നെക്കൊണ്ട് എല്ലാം കഴിയും എന്ന് ചിന്തിക്കുന്നത് അഹന്തയാണ്. ഇത്രയും അധികം പാഠങ്ങൾ ആന ആ കുഞ്ഞാടിൽ നിന്ന് പഠിക്കാനായിട്ട് ആനയ്ക്ക് സാധിച്ചു.